ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തിരുമാദ്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പരേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമി ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം നിത്യപാരായണം ആരംഭിക്കുകയാണ്. ഇന്ന് രാമായണം പാരായണം ചെയ്യുന്നത് ശ്രീമതി ഗീതാചന്ദ്രൻ ആൻഡ് ശ്രീജാമേനൻ. രണ്ടുപേരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. ഗീതാജി അവിടെ അൺമ്യൂട്ട് ചെയ്ത് ആരംഭിച്ചോളൂ. അതിനുശേഷം ഗീതാജി പാരായണം ചെയ്തതിനു ശേഷം ശ്രീജാമേനൻ അൺമ്യൂട്ട് ചെയ്ത് പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. അയോധ്യകാന്ഡ. താർമകൽക്കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ, രാമദേവൻ ചരിതാമൃതമിന്നിയും ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും, സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരി പൊക്കു. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൊക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണ ഭൂഷിതൻ, ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ വരൻ, ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ, രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ. വിദ്രുമ തുല്യാധരിയായ ഗൗരിയാമത്രിസുതയുമാനന്ദ വിവശയാൽ ഭർത്തൃപാദ പ്രണാമം ചെയ്തു. സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ, നാരീജന മനോമോഹനൻ മാധവൻ, നാരദ സേവ്യൻ നളിനാസന പ്രിയൻ, നാരകാരാത്രി നളിന ശരഗുരു, നാഥൻ നരസഖൻ നാനാജഗന്മയൻ, നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ, നാളിക രമ്യവദനൻ നരകാരി, നാളിക ബാന്ധവവംശം സമുദ്ഭവൻ, ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ, കാരുണ്യവാരിധി കാമഫലപ്രദൻ,
രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തരൻ രാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തൻ ദിവം ജീവിതാവധികൾക്കിലും തൃപ്തിപരമാവൻ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൾ എന്നരുളി ചെയ്തു. രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തവരായണൻ മംഗല ദേവതാകാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ ബീജിതനായി തീ കോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയമ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭഗന്ധനൻ പ്രാലയ ഭാനു സമാനനയാസമൻ ലീലയാ താമ്പൂല ചർവണാദ്യൈരനു വേലം വിനോദിച്ചരുളുന്നേരം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ത ശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാലിൽ വീണാച്ചു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്തിലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കാരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ച ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീകോത്ഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം അരുൾ ചെയ്യുകയും വേണം മന്ദനെന്താകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോട് മുക്തഹാസേന മുനീവരനാകിയ നാരദനും ഭക്തവത്സലനാം മനോവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിടുന്നതെങ്ങിനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു യോഗേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ എന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ഈ 7 ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നവത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും
ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ ഭക്തിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമാതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകി, മാരാരിയും നീയുമാദേവി ജാനകി. സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി, ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി, ജാതവേദസ്സു നീ സ്വാഹ മഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി, രക്ഷോവരൻ ഭവൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവൻ ഭാർഗവി ജാനകി, ചക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘൂപതേ, രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാ സദ്ഗുണാവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യത്തൽ സർവവുമേവ നീ ചേതോ വിമോഹന. സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങിനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമാ വ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്വത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മാകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാൻ ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ, നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്കളിയാകുന്നിതൊക്കെയോർക്കും വിധവും. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപ, ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവമയ മൃത്യു ദുഃഖാദികൾ. ത്വൽക്കഥാ നാമശ്രവണാദികൾ കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലൂതിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്ത പൃഥ്വിപുത്രന്മാരിൽ ഏകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചിന്നിവണ്ണം പറഞ്ഞിടിന നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരോ ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം.
ചെയ്യുമാറന്നൊരും വിട്ടിരിക്കുന്നിതു നീയും അതിനനുകൂലമായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്ന അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു എന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസെ മധ്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ, ചിത്തെ വിഷാദമുണ്ടായതു മൂലം. കാലവിളംബനമെന്തിനെന്നല്ലല്ലേ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവൻ. എന്നാ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയ നാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖാം വന്ദേ വൽമീകോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എങ്കിലോ രാജാ ദശരഥനെ ഗതാ സങ്കലിതാനന്ദമം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാൻ രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴങ്ങനെയെങ്കിലത് ഉൾപ്പൂവിലോർത്തു വിനിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്കനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ. എന്നാൽ അതിനിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ പദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകങ്ങളോടും അത്യുന്നതം. ഘോരമായുള്ളവരും പ്രനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളീക നേത്രനാൻ രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാൽ വസിഷ്ഠനോടാദരാൽ. എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമില്ലേ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടും യുദ്ധം വസിഷ്ഠമുനിയരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം.
ഐരാവത കുലജാതനാം നാൾക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളും മൂർത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടുവായി കെട്ടുവെച്ചിടണം. പുത്തൻ പുലിത്തോൾ വരുത്തുക മുൻമുനിക ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സത്കൃതന്മാരാ മുനിജനം വന്ദിക നിൽക്ക കുശപാണികളായി സഭാന്തികെ നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഊർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശോഭത്തിരതാതിമഹാബലം വസ്ത്രാധ്യാലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ചിത്തം സുമന്ത്രനെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗ്രഹമേത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നത് നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ ഭക്തിയോടും അതിഭക്തിയാരുകൂത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണാത്രിക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേൻ അടിയൻ അതീവ കേൾവിന്ന പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതും മൽപിതാവായ വിരഞ്ജനം ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥമായി അത്ഭുത വിക്രമാ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതോ നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാം രാവണനെ കൊന്ന താപം കൊടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞത് ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേശ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമകനും ഭവാൻ. സർവേശഗോചരനായി അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായ ഒരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മധ്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ യാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ധാതാവു താനരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ച് നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്ന് സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതമക്കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേ. തൊൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോൾ ഇതം അപ്രവക്തവ്യം മയാ രാമപുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ.
ഉണ്ടഭിഷേകമെടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനകം. വൈദേഹിയോടും ഉപാസവും ചെയ്ത മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്കാ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്ക് അഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സ മമത്വം ബഹിപ്രാണനായകം ഉത്സവത്തിനു കൂപ്പിട്ടുകൊള്ളുകാശുനി. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതെന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പിതൃന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്തു നിർമ്മലമായോരു മാല്യം നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാം കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ശ്രീരാമചന്ദ്രസ്വാമി മഹർഷീശ്വരന്മാരുടെ യാഗരക്ഷയെല്ലാം ചെയ്ത് മിഥിലാപുരിയിൽ ശൈവജാപം ഖണ്ഡിച്ച് സീതയെ സ്വയംവരം ചെയ്ത് തിരിച്ച് അയോധ്യയ്ക്കുള്ള മാർഗത്തിൽ വൈഷ്ണവജാപം ഓടിച്ച് അയോധ്യാവാസികൾക്കെല്ലാം ഉണ്ടായിരുന്നതായ പരശുരാമനിൽ നിന്നുള്ള ഭയം അതെല്ലാം ഇല്ലാതെയാക്കി അയോധ്യയിൽ വന്ന് സന്തോഷപൂർവം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രജാവാസികളെല്ലാം എല്ലാവരും രാമനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. രാമന്റെ ഗുണഗണങ്ങള്, മിതഭാഷത്വം, അതുപോലെ മറ്റുള്ള ആളുകളോടുള്ള അനുകമ്പ, വീരപരാക്രമങ്ങൾ, ഇങ്ങനെ ആ നഗരവാസികൾക്ക് എല്ലാവർക്കും രാമന്റെ ആ മഹത്വമാണ് എല്ലാവർക്കും പറയുവാനുള്ളത്. ആ സമയത്ത് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് കാണാൻ ദശരഥ മഹാരാജാവ് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മന്ത്രിമാരോടും ഉപദേഷ്ടാക്കളോടും ഗുരുക്കന്മാരോടും എല്ലാം സംസാരിച്ച് അതിന് ആദ്യമേ ഒരു അപ്രൂവൽ എല്ലാം സമ്മതിച്ചു. അതിനുശേഷം ആ നഗരവാസികളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സന്ദർഭത്തിൽ ദശരഥ മഹാരാജാവ് ആ പ്രജകളോടെല്ലാം ചോദിക്കുന്നുണ്ട്, ഞാൻ രാജാവായിരിക്കുമ്പോൾ തന്നെ രാമനെ യുവരാജാവായിട്ട് കാണുവാൻ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന്, കാരണം തൻ്റെ ഒരു താല്പര്യം തൻ്റെ മാത്രം താല്പര്യമായി മാറരുത്, ആ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും താല്പര്യമായി മാറണം എന്ന
ഒരു രാജനീതി അവിടെ വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ദശരഥ മഹാരാജാവ് രാമനിൽ കാണുന്നതായിട്ടുള്ള പ്രത്യേക ഗുണങ്ങളുണ്ട്. ഒന്ന്, പുത്രധർമ്മം അത് പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കുന്നവനാണ് രാമൻ എന്നുള്ള ആ ഒരു ക്വാളിറ്റി. രണ്ടാമത്, പ്രജകൾക്ക് ഹിതം ചെയ്യുന്നവനായിരിക്കും രാമൻ എന്നുള്ള സന്ദേശം. അപ്പോൾ ഹിതവും പ്രിയവും, പ്രിയം ചെയ്യുക, ഹിതം ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതിനെ അനുകൂലിക്കുന്നതാണ് എന്ത് പ്രിയം ചെയ്യുക എന്ന് പറയുന്നത്. ഹിതം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹിതകാംക്ഷിയാണ് ആര്? ശ്രീരാമചന്ദ്രസ്വാമി. അപ്പോൾ ഒരു ആൾക്ക് പ്രമേഹം ഉണ്ടെന്ന് കരുതുക, അയാൾക്ക് എന്തായിരിക്കും? മധുരം കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് പ്രിയ മധുരത്തോടായിരിക്കും. നല്ലൊരു ഡോക്ടർ എന്താ ചെയ്യുക? ആ മധുരം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതെ ആ രോഗിക്ക് പഥ്യമായിട്ടുള്ളത് എന്താണോ അത് നൽകാനായിട്ടാണ് ആഗ്രഹിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രേയസ്, പ്രേയസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രിയവും ഹിതവും അനുസരിച്ച് ഹിതകാംക്ഷിയായിട്ടുള്ള രാമൻ. പിന്നീട് മൂന്നാമതായിട്ട് കാണുന്ന ഒരു ഗുണം സംപ്രിയത്വം എന്നുള്ളതാണ്. സംപ്രിയത്വം എന്നുള്ളത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തുവാനുള്ള ഒരു കഴിവ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഭാരതത്തിന്റെ ആ ഒരു ഭരണം കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അയോധ്യ പുനർനിർമ്മാണത്തിൽ കൂടി രാമരാജ്യം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹത്തിന് മുന്നിൽ മോദിജി പ്രധാനമന്ത്രിയായി രാജ്യപരിപാലനം ചെയ്യുമ്പോൾ ഈ രാമരാജ്യം എന്താണോ പൂർവസൂരികൾ വിഭാവനം ചെയ്തത് അത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു മാർഗത്തിൽ കൂടി തന്നെയല്ലേ നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അത്തരത്തിൽ രാമരാജ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഒന്ന്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ധർമ്മം നാം എവിടെയാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ നമുക്ക് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആ ധർമ്മമുണ്ട്. ആ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് കുടുംബത്തിന്റെ സുസ്ഥിരത, അതുപോലെ തന്നെ സമൂഹത്തിൽ ആണെങ്കിൽ സമൂഹത്തിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വർത്തിക്കുക. പിന്നീട് നാം ഏതെങ്കിലും സംഘടനകളിലോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ സ്വാർത്ഥ താല്പര്യം മാത്രം സംരക്ഷിച്ചു പോകാതെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ആ സംഘടനയുടെ പരിപോഷണത്തിന് എന്തെല്ലാം ചെയ്യാം എന്നുള്ള ചിന്തയിൽ കൂടി നാം പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമുക്കും ബാധകമാണ്. നമ്മളെയും ചിന്തിപ്പിക്കാൻ ഉതകുന്നതായിട്ടുള്ള സന്ദർഭമാണ് ഈ കാര്യങ്ങളെല്ലാം. രാമായണ പാരായണത്തിൽ കൂടി ഇത്തരത്തിലുള്ള ചിന്താഗതികളും നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ രാമായണ പാരായണം നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.